ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂങ്ങയും പ്രകാശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എൻ്റെ മോനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാമേ. അവൻ അമ്മയുടെ കയ്യിൽ കൊണ്ട് ആഹാരം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അതിന് സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ടടാ മോനെ. ജയിലിലൊക്കെ നല്ല ഭക്ഷണമെന്നാണ് കേട്ടത്. നല്ല ഭക്ഷണമാണമ്മേ, പക്ഷേ എത്രയൊക്കെ ആയാലും അമ്മയുടെ കൈ കൊണ്ട് കഴിക്കുന്നത് പോലെ ആകില്ലല്ലോ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ പ്രകാശനോട് മൂങ്ങ, അല്ലടാ മോനെ, എന്തായാലും അവന് ജയിലിൽ കൊണ്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൊടുത്താനായിരുന്നു. അത് ശരിയമ്മേ, അവൻ പരോളിന് ഇറങ്ങുമ്പോൾ അമ്മ അവന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടാക്കി തരില്ലേ അമ്മേ? ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടാവില്ലേ? അത് കേട്ടതും അതിന് നീ ഉണ്ടാവില്ലല്ലോടാ മോനെ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അല്ല, നീ കല്യാണിയെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും നീയും ജയിലിലാവും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനില്ലെങ്കിലും കുഴപ്പമില്ലമ്മേ. കല്യാണിനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ സന്തോഷത്തോടെ കഴിയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ പരോളിന് ഇറങ്ങി വരുമ്പോൾ അമ്മ അവന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കൊടുക്ക. അവനെ മാത്രമല്ല നിനക്കും ഞാൻ ഉണ്ടാക്കി തരാം എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ എങ്ങനെ ഇരിക്കുക. എൻ്റെ കൊച്ചുമോളെ കൊല്ലാൻ ശ്രമിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നാറി എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ പ്രകാശനെ തുറച്ചു നോക്കുക. അമ്മയും തന്നെ ഇങ്ങനെ നോക്കുന്നേ. ഇല്ല മോനെ, കല്യാണിയെ കൊല്ലാൻ പോവുമല്ലേ, അതുകൊണ്ട് ഇനി എൻ്റെ മോനെ കാണാൻ പറ്റുമെന്ന് അമ്മ ആലോചിക്കുമായിരുന്നു. സാരമില്ലമ്മേ, എന്നെ ഇവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അമ്മയ്ക്ക് ജയിലിൽ വന്ന് കാണാമല്ലോ. ഞാൻ സന്തോഷിക്കും അമ്മേ, സന്തോഷിക്കും. കല്യാണിയെ കൊന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ പ്രകാശൻ പറയുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ കിരണിൻ്റെ വീട്ടിലാണ്. കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും കല്യാണി വാതിൽ തുറന്നു. അമ്മയായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ? എൻ്റെ മോള് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒരു ദിവസം 1-2 പ്രാവശ്യം എന്നോട് സംസാരിക്കുന്നതാ. ഇന്നതിപ്പോൾ സംസാരിച്ചത് പോലുമില്ല. അത് മാത്രമല്ല, കുറേ ദിവസമായി മോളെന്നെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചാൽ കട്ട് ചെയ്ത് വിടുകയും ചെയ്യുന്നു. എന്താ പറ്റിയെന്നൊരു പിടിയില്ല. അമ്മ പേടിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വാ, ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്ക് കിരൺ വന്നു. വിക്രമത്തിനെ ജയിലിലാക്കിയിട്ടുണ്ട്. അവൻ പണി പറ്റിച്ചതാ. ഗംഗാപ്രസാദ് ജയിലിലായപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കാര്യം ഞങ്ങളെല്ലാവരും മറന്നുപോയി. കള്ളൻ. അവൻ മോഷ്ടിക്കാൻ കയറിയിട്ട് സ്വർണവും പണവും മാത്രം എടുത്തിട്ട് പോയിരുന്നെങ്കിൽ കൂടെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതവൻ മോഷ്ടിക്കാനല്ലല്ലോ അമ്മ കയറിയത്. അവൻ കയറിയത് പ്രതികാരം ചെയ്യാനാ. കാർത്തിക ചേച്ചിയോടുള്ള പ്രതികാരം. കാരണം അവൻ ഈ അവസ്ഥയിലാകാൻ കാരണം കാർത്തിക ചേച്ചിയാണല്ലോ. ആ ദേഷ്യവും വാശിയും വൈരാഗ്യവും മനസ്സിലിട്ടുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ലമ്മേ. എൻ്റെ മോക്ക് എന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അമ്മയെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നേ? എന്തായാലും ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ചേച്ചിയെ രക്ഷിക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ആ വിക്രം, അവൻ എൻ്റെ ഈശ്വര, ഞാൻ ഒരു സമാധാനത്തിലാണ് അവിടെ ചെന്നൈയിലിരുന്നത്. എൻ്റെ മോളുടെ കൂടെ ആരുമില്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഗംഗാപ്രസാദ് ജയിലിലായതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അവനേക്കാളും വലിയൊരു ക്രിമിനലാണ് പുറത്തുണ്ടായിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. വിക്രം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതി പോലും ഇല്ല മോളെ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഗംഗാപ്രസാദ് വലിയ സംഭവമാണെന്നൊക്കെയാണല്ലോ നിങ്ങളെല്ലാവരും പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്തായി? അവനെ ഒറ്റയ്ക്കാണ് ഞാൻ നേരിട്ടത്. ഒറ്റയ്ക്ക് അടിച്ച് നുറുക്കിയാണ് അവനെ ഞാൻ പോലീസുകാർക്ക് കൈമാറിയത്. അതിനുശേഷം ജയിലിലേക്കും കൊടുത്തത്. അതുകൊണ്ട് അവനിനി പുറത്തിറങ്ങാൻ ഇത്തിരി പേടിക്കും. അത് മാത്രമല്ല, അവന് പുറത്തിറങ്ങിയാലും അവനെ വെറുതെ വിടാൻ ഞാനും എൻ്റെ അച്ഛനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവന് വേണ്ടിയുള്ളൊരു കെണി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ശരിയാക്കുകയും ചെയ്യും അമ്മ ധൈര്യമായിട്ടിരിക്കും. ഗംഗാപ്രസാദിനെ മാത്രമല്ല, വിക്രത്തിനും അവൻ്റെ അച്ഛനും ഒക്കെ ഞാൻ വലിയ കെണി എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, അവൻ്റെ അച്ഛൻ പുറത്തുണ്ട്. മോളോടും കാർത്തിക മോളോടും അവന് ഭയങ്കര ദേഷ്യമാണ്, വൈരാഗ്യമാണ്. ഇനിയിപ്പോൾ വിക്രവും കൂടെ ജയിലിലായ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ പേടിക്കണം മോളെ. അതുകൊണ്ട് അവനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് പേടിയാ, എൻ്റെ കാർത്തിക മോളെ അവനെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാവരും അവനിൽ നിന്നും അകന്നുപോയി. വിക്രം ജയിലിലായി, ഗംഗാപ്രസാദും ജയിലിലായി. പിന്നെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടിരുന്ന രാഹുലും കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. അമ്മ വാ, ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം. ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി റെഡി ആവാനായിട്ട് പോവുക. ഈ സമയം കിരൺ ലക്ഷ്മി അമ്മയോട് പറയാം, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വിക്രത്തെ ജാമ്യം പോലും കിട്ടാത്ത രീതിയിലാണ് ജയിലിലാക്കിയിരിക്കുന്നത്. എന്തായാലും അവന് പരോള് പോലും കിട്ടില്ല. അവന് മാത്രമല്ല, ആ ഗംഗാപ്രസാദിനും മോനെ, അവന് പരോള് കിട്ടിയില്ലെങ്കിലും അവൻ ജയിൽ ചാടും.
എത്ര പ്രാവശ്യം അവൻ ജയിൽ ചാടിയിട്ടുള്ളതാണെന്ന് അറിയാമോ? ജയിൽ ചാടുന്ന ഇടികിട്ട പുള്ളിയാണ് അവൻ. അമ്മ പേടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? ധൈര്യമായിട്ടിരിക്കെ. അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ സമയം കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക ആകെ വിഷമിച്ച് കിടക്കുക. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുക കാർത്തിക. അപ്പോഴേക്ക് ലക്ഷ്മി വന്നു. ലക്ഷ്മിയെ കണ്ടതും കാർത്തിക പൊട്ടി കരയുന്ന പോലെയൊക്കെ ആകുക മുഖം. മോളെ, എൻ്റെ പൊന്നു മോക്ക് എന്താ പറ്റിയേ? എന്തിനാ അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നേ? അമ്മയോട് എന്താ പറയാതിരുന്നേ? എന്തിനാ പറയുന്നേ? പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കാനോ? ഞാൻ അമ്മ ഇങ്ങനെ വിഷമിച്ച് കാണാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. അമ്മ എന്നും ചിരിക്കണം. അമ്മയുടെ മുഖത്തിൽ എന്നും സന്തോഷം ഉണ്ടാവണം. അതിനു വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോൾ വിക്രം എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ? അത് കേട്ടതും മോളെ കല്യാണി, എൻ്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് ഉണ്ടായിരുന്ന അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൻ തലക്കടിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനിക്കാം എന്നൊക്കെ പറയുക. ഈ സമയം ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. മോളുടെ കൂടെ ഒരാളെ നിർത്തട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും മോൾ അതിന് സമ്മതിച്ചില്ല. അതാ അമ്മയുടെ ടെൻഷൻ. എന്തായാലും മോളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുക. അത് കേട്ടതും അമ്മ ഒറ്റയ്ക്കായാലും ജീവിക്കേണ്ട അമ്മ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നത്. എന്തായാലും എനിക്ക് വരാനിരുന്ന ഒരു വലിയ തലവേദന ഒഴിഞ്ഞു പോയി. ഇല്ല മോളെ, ആ തലവേദന പുറത്തുണ്ട്. ആ പ്രകാശൻ അവൻ പുറത്തുള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം. നിങ്ങൾ രണ്ടുപേരുമാണ് അവന് വെറുക്കപ്പെട്ട മക്കള്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ കൊല്ലാനും അവൻ മടി കാണിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അമ്മ പേടിക്കണ്ട. മോളെ, എനിക്ക് നല്ല പേടിയുണ്ട്. ഞാനിവിടെ നിന്നോളാം. എൻ്റെ മോളിവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആ പ്രകാശനെങ്ങാനും വന്ന് എൻ്റെ മോളെ കൊന്നാലോ? ഇല്ലമ്മേ, അച്ഛൻ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് കാർത്തിക ചേച്ചിയുടെ അടുത്തേക്ക് ആരും വരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ആശ്വസിപ്പിക്കുക. എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതല്ലേ, ഞാൻ പുറത്ത് വെക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പുറത്തേക്ക് പോയി. അപ്പോൾ ലക്ഷ്മി അമ്മ കാർത്തികയെ ചേർത്ത് പിടിക്കുക. എൻ്റെ പൊന്നുമോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിച്ചു പോയി മോളെ. എൻ്റെ പൊന്നുമോളാ നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അമ്മയ്ക്ക് ആരാ ഉള്ളേ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ദൈവങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ശത്രുക്കളെന്നും പന പോലെ വാഴ്ത്താൻ നമ്മൾക്കും ഒരു കാലം ഉണ്ടാവും അമ്മേ. സമാധാനമായിട്ടിരിക്കും. കിരണം കല്യാണിയൊക്കെ ഉള്ളപ്പോൾ എന്നെ ആരും തൊടില്ല. ഗംഗാപ്രസാദ് എന്നല്ല, വിക്രത്തിന് പോലും അതിന് കഴിയില്ല. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഒന്നുകൊണ്ടും അമ്മ പേടിക്കണ്ട. അമ്മ പേടിക്കാൻ പാടില്ല, അമ്മ കരയാൻ പാടില്ല, എന്നും അമ്മ സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറയാം. എന്നാലും മോളെ, അവൻ ഇങ്ങനെ ചെയ്തല്ലോ. ആ വിക്രം അവനെന്തിനാ ഇങ്ങനെ ചെയ്ത്? പ്രതികാരം. പാതിരാത്രി CCTV വരെ മടച്ചു മൂടി കെട്ടിയിട്ടാണ് അവൻ അകത്ത് കയറിയത്. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ CCTV ഉണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ പെട്ടുപോയത്. പക്ഷേ എന്നെ തല്ലിയതിനേക്കാളും ഇരട്ടി അടി അവന് കിട്ടിയമ്മേ. കിരൺ അവനെ ഇടിച്ച് തകർത്ത് എല്ലും തോലും ഒക്കെ ഓടിച്ചിട്ടാണ് അവനെ സ്റ്റേഷനിലേക്ക് വിട്ടത്. കൂടാതെ പോലീസുകാരും കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജയിലിലേക്ക് പോയവൻ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുമെന്ന് അറിഞ്ഞത്. എന്തായാലും അവനിനെ എഴുന്നേറ്റൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ലമ്മേ. എന്തായാലും എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയവനെ വെറുതെ വിടരുത് മോളെ. അവൻ ജയിലിലേക്ക് പോയാലും ഇനി അവന് ജീവപര്യന്തം കിട്ടണം. അതിന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തൂക്കുകയറ് കിട്ടിയാലും കുഴപ്പമില്ലാതാ അവൻ്റെ അമ്മമ്മയും അവൻ്റെ അമ്മയും ഒക്കെ അവിടെ കോടതിയിൽ മൊഴി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ജഡ്ജി അവനെ വെറുതെ വിടില്ല. സ്വന്തം പെറ്റ അമ്മയും അമ്മമ്മയും അവനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ജഡ്ജിക്ക് പോലും അവനോടിപ്പോൾ കലിയാ, തീരാത്ത കലി. അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം അമ്മേ. എന്തുകൊണ്ടും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കണം. കാരണം കല്യാണിയും കിരണമൊക്കെ നമ്മുടെ ഭാഗ്യ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പേടിയും വേണ്ടമ്മേ. എന്നാലും അവൻ എൻ്റെ മോളുടെ തലക്കടിച്ചല്ലോ. മോള് പറയുന്നത് സത്യമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും, എനിക്കൊരു കുഴപ്പമില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ കരയുക. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും കരയുക. കാർത്തികയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ലക്ഷ്മിയമ്മ ആകെ പേടിച്ചു പോയി. കാരണം കുഞ്ഞുനാളിലെ പ്രകാശനും മൂങ്ങയും കൂടെ ഓടയിലിട്ട ആ കുഞ്ഞിനെ രക്ഷിച്ച് വളർത്തി വലുതാക്കി വലിയ നിലയിലാക്കി ഇന്ന് ലോകം അറിയുന്നൊരു ബിസിനസ്സുകാരിയാക്കി മാറ്റാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ അമ്മയ്ക്കെന്നല്ല, ഏതൊരമ്മയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനിടയിൽ പ്രകാശൻ്റെ ക്രൂരതകളും അതൊന്നും ഇനി ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതിയതാ. പക്ഷെ പ്രതികാരം, കുഞ്ഞുനാളിൽ തൻ്റെ മകളെ ഓടയിലിട്ട തൻ്റെ ഭർത്താവിനോടും അവരുടെ കുടുംബത്തോടും ചെയ്യാനുള്ള പ്രതികാരം എന്നാ നല്ലവരായ ലക്ഷ്മിയും കാർത്തികയും കല്യാണിയെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് സത്യം. കല്യാണിക്കും വേണ്ടതൊക്കെ എഴുതി കൊടുത്തു എന്ന് തന്നെയല്ല, കാർത്തികയ്ക്ക് വലിയൊരു അസുഖമുണ്ട്. ആ അസുഖത്തിൽ കാർത്തിക മരിക്കും.
അങ്ങനെയുള്ളപ്പോൾ കല്യാണിക്ക് എല്ലാ സ്വത്തും എഴുതി കൊടുക്കാനാണ് ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും തീരുമാനം. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ നല്ല കൂർക്കം വലിച്ചുറങ്ങുക. മൂക്കറ്റൻ ഭക്ഷണം കഴിച്ച് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ മൂങ്ങയും ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക. പെട്ടെന്ന് നേരം പാതിരാത്രി ആയപ്പോൾ മൂങ്ങ പതുക്കെ കണ്ണു തുറന്നതിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. അതിനുശേഷം തലയണയുടെ അടുത്ത് വെച്ചിരുന്ന ഇരുമ്പ് പാര പോലത്തെ വടി അങ്ങോട്ട് എടുത്തു. അതെടുത്തതിന് ശേഷം മൂങ്ങ പതുക്കെ തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് നേരെ ചെന്നത് പ്രകാശൻ്റെ മുറിയിലേക്ക്. പ്രകാശൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നത് കണ്ട് മൂങ്ങ മൂക്കറ്റം ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങുക. എൻ്റെ കല്യാണി മോളെ നിനക്ക് കൊല്ലണോ അല്ലേടാ? ഒന്നുമില്ലാതിരുന്നപ്പോൾ എനിക്ക് അഭയം തന്നതും എന്നെ ചേർത്ത് പിടിച്ചതും എൻ്റെ കല്യാണി മോളാടാ. ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റാടാ എൻ്റെ കല്യാണി മോളെ മാറ്റി നിർത്തി നിൻ്റെ മകനെ ഞാൻ സ്നേഹിച്ചത്. അന്നെനിക്ക് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എൻ്റെ മോളെ ഞാൻ സ്നേഹിക്കുള്ളായിരുന്നു. അന്ന് അവളെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടന്നെ. അവളെ ഞാൻ തിരിച്ചറിയാൻ അവൾ വലുതാവേണ്ടി വന്നു. ഈ ലോകം അറിയുന്ന ഒരാളാകേണ്ടി വന്നു. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടടാ പ്രകാശ. നിന്നെ കൊല്ലണമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും ഇന്ന് നിനക്ക് ഞാൻ തന്ന ഭക്ഷണത്തിൽ നിനക്ക് വിഷം കലർത്തണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നൊന്ത് പ്രസവിച്ച അമ്മയായതുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ പോകാതിരിക്കാൻ നിൻ്റെ ഈ 2 കാലും ഞാൻ തല്ലി ഒടിക്കും. അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ആഞ്ഞ് പ്രകാശൻ്റെ കാലിനിട്ടൊരു ഒറ്റ അടി കൊണ്ടതും പ്രകാശൻ എൻ്റെ അമ്മച്ചിയെ എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിലവിളിക്കുകയാണ്. ഈ സമയം മൂങ്ങ പൊതിരെ തല്ലി അടിയോടടി ഭയങ്കര അടിച്ച് പ്രകാശൻ്റെ കാല് ഇഞ്ചപ്പരുവാക്കി. എല്ലൊക്കെ നുറുങ്ങിപ്പോയ അവസ്ഥ. ഈ സമയം പ്രകാശൻ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കടാ നിലവിളിക്ക്. നിന്നെ കൊല്ലണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കൊല്ലാൻ സാധിക്കുന്നില്ല. ഞാൻ പ്രസവിച്ചതല്ലേ നിന്നെ. അപ്പം പിന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ. ലോകത്ത് അമ്മമാർ ചെയ്യുന്ന തെറ്റാ മക്കളെ വഷളാക്കി വളർത്തുന്നത്. എന്നാൽ ഞാൻ നിന്നെ വഷളാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ കല്യാണിയെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ നിൻ്റെ മകൻ തെറ്റുകൾ മാത്രം ചെയ്തിട്ടും നീ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള നിന്നെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മനസ്സ് വരാത്തത് കൊണ്ടാണ് നിൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിച്ചത്. എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാനാ നിൻ്റെ കാല് ഞാൻ ഒടിക്കുന്നത്. ചാകടാ, നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. ഇനി ഈ കാലം കൊണ്ട് നീ ഹോസ്പിറ്റലിൽ കിടക്ക് കുറേ നാൾ. ആരുടെയും പരസഹായം ഇല്ലാതെ നീ തെണ്ടിത്തിരിയണം. അപ്പോഴെങ്കിലും നീ ഒന്ന് മാറുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ആ പാര അവിടെ എറിഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങോട്ട് പാരയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക. ഈ സമയം പ്രകാശൻ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയെ തുറച്ചു നോക്കുകയാണ്. അതേസമയം പുറത്തെത്തിയ മൂങ്ങ ആ വെളിയിൽ പാര വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഞാൻ തന്നെ ആ കർമ്മം ചെയ്യേണ്ടതായിരുന്നു. ഇവനെ ഈ ലോകത്തുനിന്ന് തന്നെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. പക്ഷേ മനസ്സ് വരുന്നില്ല ഭഗവാനെ. ഒരമ്മയ്ക്കും താൻ പ്രസവിച്ച മക്കളെ കൊല്ലാനുള്ള മനസ്സ് വരില്ല. അങ്ങനൊരു മനസ്സ് ദൈവങ്ങൾ അമ്മമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ലോകത്ത് ദുഷ്ടതകൾ കുറഞ്ഞാനെ എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ അവിടെ നിന്നും നേരെ പോവുക. അങ്ങനെ ദീപയുടെ വീട്ടിലെത്തി. മൂങ്ങ കോളിംഗ് ബെല്ലടിച്ചു. പാതിരാത്രി കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും എഴുന്നേറ്റു. ദീപ വാതിൽ തുറന്നു. അപ്പോൾ അവിടെ മൂങ്ങ നിൽക്കുന്നു. മൂങ്ങയെ കണ്ടതും അമ്മയോ? അതേ മോളെ, ഞാനാ. പ്രസവിച്ചു പോയില്ലേ, അതുകൊണ്ട് കൊല്ലാൻ പറ്റിയില്ല. എന്നാ അവൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിച്ചിട്ടുണ്ട്. എന്താ അമ്മേ എന്തൊക്കെയാ പറയുന്നേ? അതേ മോളെ, ഇന്ന് രാവിലെ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയി കൂടി. അതിനുശേഷം അപ്പോൾ കിരണും കല്യാണിയും വന്നു. എന്താ അമ്മമ്മ എന്താ ഈ സമയത്ത്? ദേ പ്രകാശൻ്റെ അടുത്ത് നിന്നാണ് വരുന്നേ. പ്രകാശൻ്റെ കാലും കൈയും തല്ലി ഒടിച്ചു എന്നാണ് കേട്ടത്. എന്താ അമ്മമ്മയെ കേൾക്കുന്നേ? അതേ മോളെ, എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാനിനി ആരെ പേടിക്കണം? ഈ വയസ്സാം കാലത്ത് ജയിലിനെയോ പോലീസുകാരെയോ? ജയിലിൽ പോയി കിടന്നാലും എനിക്കത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല മോളെ. കാരണം പ്രകാശനെ പോലൊരു മകന് ജന്മം നൽകിയ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവളാണ്. അവനെ ഞാൻ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാമെന്നാണ് വിചാരിച്ചത്. ഉച്ചയ്ക്ക് അവിടെ ചെന്ന് അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിനകത്ത് വിഷം കലർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിഷം കലർത്താനുള്ള മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവൻ്റെ കാല് ഞാൻ തല്ലി ഒടിച്ചു. അവനിനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ആരുടെയെങ്കിലും പരസഹായം വേണം. അവനെ ഞാൻ വെറുതെ വിട്ടില്ല മോളെ. എൻ്റെ മോളെ കൊല്ലുമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവൻ ആ കാലുണ്ടെങ്കിലല്ലേ കൊല്ലാൻ പറ്റൂ. ആ കാലം കൊണ്ട് നടന്നു വന്നല്ലേ മോളെ അവന് തീർക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കാലൊടിച്ചു. 2 കാലും ഓടിക്കണമെന്ന് കരുതിയതാ. പക്ഷേ 2 കാലും ഓടിച്ചാൽ എൻ്റെ മുന്നിലിരുന്ന് അവനെ ഇരുന്ന് നിരങ്ങുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല മോളെ. അതുകൊണ്ടാണ് 1 കാല് തല്ലി ഓടിച്ചത്. കാല് തല്ലി ഓടിച്ചിട്ട് ബാലനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ബാലൻ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും. എല്ലാം കൊണ്ടും അവൻ രക്ഷപ്പെടില്ല മോളെ. അവന് ഇനി കിട്ടാൻ പോകുന്നത് നല്ല തിരിച്ചടിയാണ്. തിരിച്ചടിയുടെ നാളുകളാണ് ഇനി അവന് വരാൻ പോകുന്നത്. അവനെ ഞാൻ വെറുതെ വിടില്ല, ജയിലിലേക്ക് പോകട്ടെ അവൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദീപ ഇതിനെ മൂങ്ങയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോൾ കിരൺ, കല്യാണി, ഇതിൻ്റെ പേരിൽ അവൻ ജയിലിലേക്ക് അമ്മുമ്മ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അമ്മുമ്മയെ നമ്മൾ കോടതിയിൽ നിന്നും രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.